എല്ലാവർക്കും നമസ്കാരം. മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അപ്സര ഭാനുമതി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിക്കും ONV എന്നത് കേവലം ഒരു പേരല്ല, ഒരു വികാരമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും മനുഷ്യന്റെ നോവും കിനാവും പ്രണയവും വിപ്ലവവുമെല്ലാം ഒപ്പിയെടുത്തവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനശ്വരമായ രചനകളിൽ ഒന്നാണ് അമ്മ എന്ന കവിത. അതൊരു കാലം, രാജാക്കന്മാരും നാടുവാഴികളും നാട് ഭരിച്ചിരുന്ന, തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന ഒരു കാലം. കോട്ടകളും കൊത്തളങ്ങളും നാടിനെ അഭിമാനമായി തല ഉയർത്തി നിന്നിരുന്ന കാലം. ആ നാട്ടിൽ അത്ഭുതങ്ങൾ കൊത്തിയിടുന്ന 9 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന 9 പേർ. അവർ കൽപ്പണിക്കാരായിരുന്നു. വെറും കൽപ്പണിക്കാരല്ല, കല്ലിന് ജീവൻ നൽകുന്ന ശില്പികൾ. കരിങ്കല്ലിനെ മെഴുകുപോലെ ഒരുക്കി മനോഹരമായ രൂപങ്ങൾ ചമയ്ക്കുന്ന മാന്ത്രികർ. കല്ലുകൾ ചെത്തിപ്പടുക്കുന്ന അവരുടെ കൈകൾക്ക് കല്ലിനേക്കാളും ഉറപ്പായിരുന്നു. ആ 9 പേരും അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരും ഒരുമിച്ച് ഒരു വലിയ കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു. 9 കൂടുകൾ, പക്ഷെ ഒരൊറ്റ വീട്. 9 ശരീരങ്ങൾ, പക്ഷെ ഒരൊറ്റ മനസ്സ്. അവരുടെ ലോകം വളരെ ലളിതവും സുന്ദരവുമായിരുന്നു. ഒരടുപ്പിലാണ് അവരുടെയെല്ലാം കഞ്ഞി വെന്തിരുന്നത്. ഒരു വിളക്കിന്റെ വെളിച്ചത്തിലാണ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും തമാശകൾ പറഞ്ഞതും. മുറ്റത്തെ ഒറ്റ കിണറ്റിലെ തെളിനീരായിരുന്നു അവരുടെ ദാഹം മാറ്റാനും കുളിക്കാനും. അവർക്ക് അന്തി ഉറങ്ങാൻ മാത്രമായിരുന്നു 9 അറകൾ വെവ്വേറെ ഉണ്ടായിരുന്നത്. ആ സഹോദരന്മാരുടെ കൈവിരുത് നാട് മുഴുവൻ പ്രശസ്തമായിരുന്നു. അവർ പണിത കോട്ടമതിലിന്റെയും അതിനകത്തെ കൊട്ടാരത്തിന്റെയും കോവിലിന്റെയും കൂത്തമ്പലത്തിന്റെയും അഴകും കരുത്തും കണ്ടു നിന്നവർ അത്ഭുതത്തോടെ അവരെ പുകഴ്ത്തി. 9 കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി പോലെ. സ്നേഹത്തിന്റെ തണലിൽ, ഐക്യത്തിന്റെ കരുത്തിൽ അവർ കെട്ടിപ്പടുത്ത ജീവിതം ആരും കൊതിക്കുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ നാടുവാഴിയുടെ പുതിയ തീരുമാനം വരുന്നത്. അവർ പണിത ആ വലിയ കോട്ടയുടെ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടണം. ആ വാർത്ത കേട്ടപ്പോൾ അവർക്ക് ഉത്സവമായി. വീണ്ടും തങ്ങളുടെ കൈവിരുത് തെളിയിക്കാനുള്ള അവസരം. 18 കൈകളും വീണ്ടും ഒന്നിച്ചു. ഉളിയുടെയും കൂടത്തിന്റെയും ശബ്ദം എങ്ങും മുഴങ്ങി. കല്ലുകൾക്ക് മീതെ അവർ നൃത്തം ചെയ്തു. കല്ലുളിയും കൂടവും താളമിട്ടു. അതൊരു ശബ്ദഘോഷം തന്നെയായിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. എന്തോ ഒരു പിഴവ്. ചെത്തിയെടുത്ത കല്ലുകൾ ചാന്ത് തേച്ച് ചേർത്ത് വെച്ചിട്ടും ഗോപുരത്തിന്റെ ഭിത്തി ഉറയ്ക്കുന്നില്ല. ഓരോ തവണ പണിതുയർത്തുമ്പോഴും അത് ഇടിഞ്ഞു വീണു. അവരുടെ ജീവിതത്തിൽ ആദ്യമായി പരാജയത്തിന്റെ കയ്പ് അവർ അറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചു. കല്ലുകൾ മാറി പടുത്തു നോക്കി, പണിയുന്ന കൈകൾ മാറി മാറി പണിഞ്ഞു നോക്കി, ചാന്തിന്റെ കൂട്ട് മാറ്റി നോക്കി, പൂജകളും പ്രാർത്ഥനകളും നടത്തി നോക്കി. എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് പിഴച്ചത്? ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. അവരുടെ അഭിമാനം വ്രണപ്പെട്ടു. നാട്ടുകാരുടെ മുമ്പിൽ അവർ തലകുനിച്ചു. നാടുവാഴിയുടെ കോപത്തെ അവർ ഭയന്നു. ഭിത്തി ഉറയ്ക്കുന്നില്ല എന്ന നിസ്സഹായമായ തേങ്ങൽ അവരുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നു. ദിവസങ്ങൾ നീങ്ങവേ എല്ലാവരിലും ഒരേ ഒരു ചിന്ത മാത്രം പുകഞ്ഞു നിന്നു. എന്താണ് ഇനി ഒരു പോംവഴി? ആ സമയത്താണ് എവിടെ നിന്നോ ഒരു വെളിപാട് പോലെ ആ വാർത്ത വന്നത്. ഒരുപക്ഷെ കൊട്ടാരത്തിലെ ജ്യോത്സ്യനാവാം, അല്ലെങ്കിൽ പ്രായം ചെന്ന ഏതെങ്കിലും കാരണവരാവാം ആ ക്രൂരമായ ആശയം മുന്നോട്ട് വെച്ചത്. അധികാരം കൈയാളുന്നവർ അത് ഉടൻ ഏറ്റുചൊല്ലി. 9 വധുക്കളുണ്ടല്ലോ ആ കൽപ്പണിക്കാരുടെ കൂട്ടത്തിൽ. അവരിൽ ഒരാളെ ഈ മതിലിൽ ജീവനോടെ ചേർത്ത് പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം ആ ഗോപുരം തലയുയർത്തി നിൽക്കും. നാടിന്റെ രക്ഷയ്ക്ക്, രാജാവിന്റെ കീർത്തിക്ക് ഒരു നരബലി വേണമെന്ന ആ തീരുമാനം കാട്ടുതീ പോലെ പടർന്നു. ആ 9 സഹോദരന്മാരുടെ നെഞ്ചിൽ ആ വാർത്ത ഒരു ഇടുത്തിയായിട്ടാണ് പതിച്ചത്. 9 പേരും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരേ മനസ്സോട് കഴിയുന്ന ആ പ്രിയ വധുക്കളിൽ നിന്ന് എങ്ങനെ ഒരാളെ ബലി കൊടുക്കാൻ തിരഞ്ഞെടുക്കും?
ആരെ ഒഴിവാക്കും? എങ്ങനെ ആ ക്രൂരകൃത്യം ചെയ്യും? അവരുടെ ഹൃദയം നുറുങ്ങി. അവർക്കിടയിൽ ഒരു ശ്മശാന മുഖത തളം കെട്ടി നിന്നു. ഒടുവിൽ കൂട്ടത്തിലെ ഏറ്റവും മൂപ്പുള്ളയാൾ, ആ വലിയേട്ടൻ, തൻ്റെ ഉള്ളിലെ വേദനയെല്ലാം അടക്കിപ്പിടിച്ച് അല്പം ഗൗരവം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നുച്ചയ്ക്ക് കഞ്ഞിയുമായി ആദ്യം വന്നെത്തുന്നത് ആരാണോ അവൾ, അവളെയും ചേർത്തി മതിൽ പടുക്കും അവൾ, നമ്മളുടെയെല്ലാം മാനം കാക്കും. അതൊരു തീരുമാനമായിരുന്നില്ല, ഒരു പ്രാർത്ഥനയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിന്റെ ഭാരം തങ്ങളിൽ നിന്നൊഴിവാക്കി ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു ദയനീയ ശ്രമം. ആ നിമിഷം 9 പേരും 9 ശരീരങ്ങളും ഒറ്റ മനസ്സുമെന്ന അവസ്ഥയിൽ നിന്ന് മാറി. ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം മാത്രം ഓർത്തു. തൻ്റെ ഭാര്യയാകരുതേ എന്ന് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അവരുടെ നെഞ്ചിൽ നിന്ന് അറിയാതെ നെടുവീർപ്പുകൾ ഉയർന്നു. അവർ വീണ്ടും ഭിത്തി പടുക്കുന്ന ജോലി തുടർന്നു. പക്ഷേ ആ കൈകൾക്ക് പഴയ വേഗതയോ ഉന്മേഷമോ ഉണ്ടായിരുന്നില്ല. ആരും പരസ്പരം നോക്കിയില്ല. എല്ലാവരുടെയും കണ്ണുകൾ ദൂരേക്കെങ്ങോ മിഴിനട്ടു നിന്നു. ഉച്ചവെയിൽ കനത്തു വന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ അവർക്ക് തോന്നി. അതേസമയം അവരുടെ വീട്ടിൽ പതിവ് പോലെ ഉച്ചയൂണിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അന്ന് കഞ്ഞിയുമായി പോകേണ്ടത് ആ മൂത്തയാളുടെ ഭാര്യയുടെ ഊഴമായിരുന്നു. അവൾ സ്നേഹത്തോടെ കഞ്ഞി പാകം ചെയ്തു, കറിയൊരുക്കി. ചുട്ടുപൊള്ളുന്ന കഞ്ഞിക്കലം അടുപ്പിൽ നിന്നിറക്കി ഇലകളിൽ പകർന്നപ്പോൾ അതിന്റെ ചൂടേറ്റ് ആ പച്ചിലകൾ വാടി. അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. കഞ്ഞിക്കലവും തലയിലേറ്റി ഒരു കൈകൊണ്ട് അത് താങ്ങിപ്പിടിച്ച് അവൾ വീട്ടിൽ നിന്നിറങ്ങി. അരയിൽ തന്റെ പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട്. അവളുടെ ആ വരവ് നോക്കൂ. പാടവരമ്പിലൂടെ, തെങ്ങിൻ തോപ്പിലൂടെ, ചുണ്ടത്തൊരു തുമ്പപ്പൂ ചിരിയുമായി അവൾ നടന്നു. ഭർത്താവിനും സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ വിളമ്പാനുള്ള ആഹാരവുമായി വരുന്ന അവളുടെ ആ വരവ് എത്ര മനോഹരമായിരുന്നു. കിതച്ചുകൊണ്ട് ഓടി വരുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പത്ത് ഒരു മുത്ത് പോലെ, ഒരു ഞാത്തുപോലെ വിയർപ്പ് തുള്ളി പറ്റിപ്പിടിച്ചിരുന്നു. അവൾ കൽപ്പണിക്കാർ പണിയെടുക്കുന്നിടത്ത് എത്തിയപ്പോൾ പതിവില്ലാത്തൊരു നിശബ്ദത അവളെ വരവേറ്റു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടിയിരുന്നു. അവൾ മുന്നിൽ വന്നു നിന്നതും എല്ലാവരും അവളെ തന്നെ നോക്കി. 9 പേരവർ, 9 മെയ്യും ഒരു മനസ്സുമായിരുന്നെങ്കിലും ആ നിമിഷം ആ മൂത്തയാളുടെ ചങ്കിൽ ഒരു വെള്ളിടി മുഴങ്ങി. തന്റെ പ്രാർത്ഥന വിഫലമായല്ലോ എന്നോർത്ത് അയാൾ തകർന്നുപോയി. പക്ഷേ അവൾ ഇതൊന്നും അറിഞ്ഞില്ല. തന്റെ ഭർത്താവിന്റെയും സഹോദരങ്ങളുടെയും വിശപ്പ് മാറ്റാനുള്ള സന്തോഷത്തിൽ അവൾ പ്ലാവില കൂട്ടി കഞ്ഞിക്കലത്തിലെ ചൂട് കഞ്ഞി അതിലേക്ക് പകർന്നു. തൊട്ടുകൂട്ടാനുള്ള ഒറ്റ കറിയും വിളമ്പി. 9 പേർക്കും വിളമ്പി വെച്ച ശേഷം അവൾ തന്റെ കുഞ്ഞിനെയും തോളിലിട്ട് ഭർത്താവിന്റെ അരികിലിരുന്നു. ഈ കഞ്ഞിയൂട്ട് തന്റെ ജീവിതത്തിലെ അവസാനത്തേതാണെന്ന് ആ പാവം സതിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. കഴിച്ചു കഴിയുന്നതിന് മുൻപേ ആരോ ആ വിവരം അവളെ അറിയിച്ചു. ഒരുപക്ഷെ വിതുമ്പലോടെ അവളുടെ ഭർത്താവ് തന്നെയാവാം ആ ക്രൂരമായ സത്യം അവളോട് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവൾ തകർന്നുപോയി. പക്ഷേ ആ ധീരയായ സ്ത്രീ തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉള്ളിലെ വേദനയും ഭയവും പുറത്തു കാണിക്കാതെ അവൾ തന്നോടൊപ്പം ഇത്രയും കാലം പുറത്ത ഭർത്താവിനോടും കൂടപ്പിറപ്പുകളെ പോലെ കണ്ട സഹോദരങ്ങളോടും തൊണ്ടയിടറിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് തന്റെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു. എന്നെ ഈ ഭിത്തിയിൽ ചെത്തിയ കല്ലുകൾക്കിടയിൽ നിർത്തി കെട്ടിപ്പിടുക്കുന്നതിന് മുൻപ് എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട്. നിങ്ങളത് കേൾക്കണം. എല്ലാവരും കണ്ണീരോടെ അവളെ നോക്കി. അവൾ തുടർന്നു. എന്നെ പൂർണ്ണമായി കല്ലുകൾ കൊണ്ട് മൂടരുത്. എന്റെ നെഞ്ചിന്റെ പാതിഭാഗം മറയ്ക്കരുത്. എന്റെ വലതു കൈ പുറത്തേക്ക് നീട്ടി നിർത്തണം. എന്തിനെന്നാൽ എന്റെ പൊന്നോമനയായ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈ കൈകൊണ്ട് അവനെ വാങ്ങി ഈ മുലയൂട്ടി അവന്റെ വിശപ്പടക്കാൻ എന്നെ അനുവദിക്കണം. ആ വാക്കുകൾ കേട്ട് ഭർത്താവിന്റെയും സഹോദരങ്ങളുടെയും നെഞ്ച് പിളർന്നുപോയി. സ്വന്തം മരണമുഖത്ത് നിന്നുകൊണ്ട് ഒരമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞ ആ വാക്കുകൾക്ക് മുന്നിൽ ആകാശം പോലും തലകുനിച്ചിരിക്കണം. അവളുടെ അവസാനത്തെ ആഗ്രഹം പോലെ തന്നെ അവർ ചെയ്തു. ആ പാവ സ്ത്രീയെ ജീവനോടെ ആ ഗോപുരത്തിന്റെ ഭിത്തിയിൽ കല്ലുകൾക്കിടയിൽ നിർത്തി അവർ കെട്ടിപ്പിടുത്തു. ആ മതിൽ ഉറച്ചു. തലമുറകൾക്ക് സാക്ഷിയായി ആ ഗോപുരം ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ടാവാം. കാലം ഒരുപാട് കടന്നുപോയി.
നാടുവാഴികളും രാജാക്കന്മാരും മൺമറഞ്ഞു. പക്ഷേ ആ അമ്മയുടെ ത്യാഗം ഒരു ശില്പമായി ഇന്നും അവശേഷിക്കുന്നു. കവി പറയുന്നത് താൻ ആ കോട്ടയുടെ മുന്നിൽ ചെന്നു നിന്നപ്പോൾ അവളുടെ അപൂർണവും എന്നാൽ അതിസുന്ദരവുമായ ഒരു വെണ്ണക്കൽ ശില്പം കണ്ടുവെന്നാണ്. എന്തിനു വേണ്ടി നീട്ടി നിൽക്കുന്ന അവളുടെ മനോഹരമായ വലങ്കയും ഞെട്ടിൽ നിന്നും പാൽത്തുള്ളികൾ ഇറ്റുവീഴുന്നത് പോലെയുള്ള ആ നഗ്നമായ മാറും. ആ ശില്പം കണ്ടുണർന്നപ്പോൾ കവിയുടെ ഉള്ളിലെ പൈതൽ അമ്മയെന്ന് ഉറക്കെ കരഞ്ഞുപോയി. ഇത് കവിയുടെ മാത്രം അനുഭവമല്ല. ഈ കഥ കേൾക്കുന്ന ഏതൊരാളുടെയും ഉള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ആ അമ്മയുടെ ത്യാഗത്തിന്റെ കഥ ഒരു നോവായി, കാലത്തെ അതിജീവിച്ച മാതൃത്വത്തിന്റെ പ്രതീകമായി ഇന്നും നമ്മളുടെ എല്ലാം മനസ്സിൽ ജീവിക്കുന്നു. നന്ദി, നമസ്കാരം.